ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹെൽത്ത്, ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ആരോഗ്യം ഒന്ന് ഡൗൺ ആകുമ്പോൾ, നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒരു പ്രോബ്ലം വരുന്ന സമയത്തായിരിക്കും നമ്മളൊന്ന് വിചാരിക്കുക, എത്രയും പെട്ടെന്ന് ഇതൊന്ന് ശരിയായാൽ മതി, ആരോഗ്യം ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതി എന്ന്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരോഗ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നം വരുന്ന സമയത്ത്, വേദനകളോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് അങ്ങേയറ്റം നെഗറ്റീവ് ചിന്തകളായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. എന്താണ് ഏതാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തിനെ നല്ലതാക്കില്ല. അത് കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ. ചിലർക്ക് അവരുടെ ബോഡി അപ്പിയറൻസിനെ കുറിച്ച് വളരെ അതൃപ്തിയായിരിക്കും. ഹൈറ്റ് കുറവാണ്, വെയിറ്റ് കൂടുതലാണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. നിർഭാഗ്യവശാൽ അവർക്ക് വീണ്ടും സങ്കടങ്ങൾ കൂടുതലാവുകയേ ഉള്ളൂ. നമുക്കൊരു ആരോഗ്യമുള്ള ശരീരം കിട്ടി, നമുക്കതിന് നന്ദി പറയാം എന്ന ചിന്തയില്ലാതെ നേരെ വിപരീതമായി നമ്മൾ ചിന്തിച്ചാൽ അത് അവരുടെ ആരോഗ്യത്തിന് തന്നെ ബുദ്ധിമുട്ടാണ് എന്നാണ് റോണ്ട ബേൺ പറയുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടത്. ആരോഗ്യത്തിന് മുൻഗണന നമ്മൾ തന്നെയാണ് കൊടുക്കേണ്ടത്. വേണ്ട സമയത്ത് കറക്റ്റായി ആരോഗ്യകരമായ ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എക്സസൈസ്, വെള്ളം, ഉറക്കം, എല്ലാ കാര്യങ്ങളിലും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഓരോ ദിവസവും ആരോഗ്യപരമായി നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നല്ല ആരോഗ്യത്തിന് വേണ്ട ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് പറയേണ്ടത്, എന്താണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറച്ചു ദിവസമായിട്ട് മാജിക് എന്ന മനോഹരമായ പുസ്തകത്തിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡേ നമ്പർ 16 പ്രാക്ടീസ് ആണ്. മാജിക് ആൻഡ് മിറാക്കിൾസ് ഇൻ ഹെൽത്ത്. ഇതിൽ പറയുന്നത് പോലെ തന്നെയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് മിറാക്കിൾസ്, അത്ഭുതങ്ങൾ സംഭവിക്കും. 16ാമത്തെ ലെസൺ തുടങ്ങുന്നത് തന്നെ നമ്മൾ സന്തോഷകരമായും ഫുൾ ഓഫ് എനർജി ആയിട്ടും അതുപോലെ തന്നെ ആരോഗ്യകരമായും ഇരിക്കേണ്ടത് നമ്മുടെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുന്ന സമയത്ത് ഈ യൂണിവേഴ്സ് നമുക്ക് വേണ്ട എല്ലാ ഹീലിംഗും തരുന്നു. മാത്രമല്ല, നമ്മളെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം എന്ന ചിന്തയും നമ്മളിൽ ഉണ്ടാകുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം തന്നെയാണ്. ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുവാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് ഈ പുസ്തകത്തിൽ റോണ്ട ബേൺ അടിവരയിട്ട് പറയുന്നു. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ secrettv.com/stories ഈ ഒരു വെബ്സൈറ്റിൽ പോയാൽ ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങൾ, പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടിയ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. ഡേ നമ്പർ 16 ചില പ്രാക്ടീസുകളാണ്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ചില പ്രാക്ടീസുകളാണ് റൈറ്റർ നമുക്ക് വേണ്ടി പറയുന്നത്. നമ്പർ 1, ഹെൽത്ത് യു റിസീവ്ഡ്. നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഹെൽത്തിന് വേണ്ടി നന്ദി പറയുന്നത്. അതായത് നമ്മുടെ കുട്ടിക്കാലം മുതൽ നമുക്കുണ്ടായിരുന്ന നമ്മുടെ ആരോഗ്യം, കൗമാരപ്രായത്തിൽ നമുക്കുണ്ടായിരുന്ന ആരോഗ്യം, ഏറ്റവും കൂടുതൽ ആരോഗ്യം ഉണ്ടായ, കൂടുതൽ എനർജി ഉണ്ടായിരുന്ന സമയത്തിൽ നടന്ന 3 സംഭവങ്ങൾ ഓർത്തെടുക്കുക. എന്നിട്ട് ആ സന്തോഷത്തിന്റെ ആ ഒരു ഫീല് കൊണ്ടുവരിക. എന്നിട്ട് 3 കാര്യങ്ങൾക്കും ഹൃദയത്തിൽ നിന്നും നന്ദി പറയുക. 3 പ്രാവശ്യം താങ്ക് യു എന്ന് പറയുക. അത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്കുള്ള ആരോഗ്യത്തിന്, അതായത് 5 അവയവങ്ങൾ, ഓർഗൻസ് എടുത്ത് നമുക്ക് നന്ദി പറയാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് നല്ല കാലുകൾ നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു. നല്ല കണ്ണുകൾ, നല്ല കൈകൾ, ബ്രെയിൻ, ഹാർട്ട്, അങ്ങനെ ഏതെങ്കിലും 5 ഫങ്ഷൻസ്, അവയവങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ച് നന്ദി പറയുക. ഇനി അടുത്തതായി സ്റ്റെപ്പ് നമ്പർ 3, നമ്മുടെ ആരോഗ്യത്തിൽ ഇനി ഏത് കാര്യത്തിലാണ് നമുക്ക് ഒരു ഇംപ്രൂവ്മെന്റ് വേണ്ടത് എന്ന് നമുക്കുണ്ടാവും. ഏത് കാര്യത്തിലാണ് നമുക്ക് ഇംപ്രൂവ്മെന്റ് വേണ്ടത്? ചിലർക്ക് കാലിൻ്റെ വേദനയാകാം, കൈവേദനയാകാം, വേറെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമാകാം. അങ്ങനെ ഏതു ഭാഗത്തിലാണ് ആരോഗ്യ കാര്യത്തിൽ ഇംപ്രൂവ്മെന്റ് വേണ്ടതെങ്കിൽ അതിൻ്റെ പൂർണ്ണ ആരോഗ്യ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. എനിക്ക് എൻ്റെ കാലുകൾക്ക് പൂർണ്ണ ആരോഗ്യമുണ്ട്, യൂണിവേഴ്സ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകി എന്ന് സന്തോഷിച്ച് അതിനുവേണ്ടി നന്ദി പറയാം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്റ്റേറ്റ് നമ്മൾ എത്തി എന്ന് ഫീൽ ചെയ്യുമ്പോൾ ആ ഒരു
ഹെൽത്ത്, ആ ഒരു ഹീലിംഗ് പ്രകൃതി യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുതരും, നമ്മളിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് പറയുന്നത്. ഏതു പ്രോബ്ലം ആയാലും അത് മാജിക്കലി കുറച്ചായി ഹീലാവുമെന്നാണ് റൈറ്റർ പറയുന്നത്. നമ്മുടെ അസുഖങ്ങൾക്കുള്ള ഹീലേഴ്സ്, ചികിത്സിക്കുന്നവർ, അത് നമുക്കുള്ളിൽ തന്നെയുള്ള നാച്ചുറൽ ഫോഴ്സസ് ആണ്. അത് നമ്മൾ തന്നെയാണ് അതിനെ ശക്തിപ്പെടുത്തേണ്ടത്. പൂർണ്ണമായ വിശ്വാസം കൊണ്ടാണ് നമ്മൾ അതിനെ ശക്തിപ്പെടുത്തേണ്ടത്. അപ്പൊ നമുക്ക് ഡേ 16 പ്രാക്ടീസ് എന്താണെന്ന് നോക്കാം. രാവിലെ എഴുന്നേറ്റതും നമുക്കുള്ള 10 സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർത്ത് നന്ദി പറയുക. പറയുന്ന സമയത്ത് ആ ഒരു ഫീലിങ്സ് നമ്മൾ കൊണ്ടുവന്നിട്ട് വേണം നന്ദി പറയുവാൻ. സ്റ്റെപ്പ് നമ്പർ 2, നമ്മുടെ കുട്ടിക്കാലം മുതലുള്ള 3 സാഹചര്യങ്ങൾ, അതായത് നമുക്ക് എനർജി, ആരോഗ്യം, ഏറ്റവും സന്തോഷം, ശക്തി ഫീലായ അങ്ങനെയുള്ള 3 സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് ആ ഫീല് കൊണ്ടുവന്ന് 3 പ്രാവശ്യം സന്തോഷത്തോടു കൂടി നന്ദി പറയാം. സ്റ്റെപ്പ് നമ്പർ 3, നമ്മുടെ ശരീരത്തിലുള്ള 5 ഫങ്ഷൻസ്, ഫോർ എക്സാമ്പിൾ കണ്ണ്, കാല്, ചെവി, കയ്യ്, ഇങ്ങനെ ഏതെങ്കിലും 5 അവയവങ്ങൾ എടുത്ത് ഇതെല്ലാം നന്നായി പ്രവർത്തിക്കുന്നു എന്നതിന് വേണ്ടി നമുക്ക് നന്ദി പറയാം. സ്റ്റെപ്പ് നമ്പർ 4, നമ്മുടെ ശരീരത്തിന്റെ ഏതു ഭാഗത്തിനാണ് നമുക്ക് ഇംപ്രൂവ്മെന്റ് വേണ്ടത്, ആരോഗ്യം വേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവതിയാണ്, ആരോഗ്യവാനാണ്. അതിന് ഞാൻ നന്ദി പറയുന്നു. പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടിയെന്ന് നന്ദി പറയാം. ഫൈനലി സ്റ്റെപ്പ് നമ്പർ 5, മാജിക് റോക്ക് പ്രാക്ടീസ്. അന്നത്തെ ദിവസം നടന്ന ഏറ്റവും നല്ല കാര്യം ഓർത്ത്, മനസ്സിൽ ഓർത്ത് നന്ദി പറയുക. 3 പ്രാവശ്യം നന്ദി പറയുക. സോ ഡിയർ ഫ്രണ്ട്സ്, വളരെ ഇമ്പോർട്ടന്റ് ആയ, വളരെ ഹെൽപ്ഫുൾ ആയ ഒരു പ്രാക്ടീസ് ആണിത്. ഇത് ഡേ 16 മാത്രമല്ല, നമുക്ക് എല്ലാ ദിവസവും പറയാം. നമ്മുടെ ആരോഗ്യം അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ആരോഗ്യത്തിന് ടേക്ക് കെയർ ചെയ്യാനുള്ള ആ ഒരു ചിന്തകൾ നമ്മളിൽ ഉണ്ടാകുവാനും നല്ലൊരു സന്തോഷം ഉള്ളിൽ നിന്ന് തന്നെ ഫീലാകുവാനും എല്ലാം ഈ ഒരു പ്രാക്ടീസ് നമ്മളെ വളരെയധികം സഹായിക്കുന്നു. സോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ കഴിയുന്നതും ഇത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. നന്ദി പറയുക. നന്ദി പറയുക എന്നത് നമ്മളെ കൂടുതൽ ഉയർത്തുകയേ ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയാൽ, ഇഷ്ടമായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി സെൻഡ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.